വീട് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഹഡിയേഷ്, ഞാൻ സിൽവാൻ മുസ്തഫ. എൻ്റെ കൂടെ ഉള്ളത് ആരജിമേഡാണ്, നമ്മളെ സിൽവാൻ ലൈറ്റ് പ്രൊജക്ട് മാനേജറാണ്. അതുപോലെ തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ്. ലെനിൽ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ലെനിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. മൂന്നുകുടിയിൽ ലെനിലിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് 3500 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കാണ് മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ എക്സ്റ്റീരിയർ മാത്രമാണ് മനോഹരം എന്ന് തോന്നിപ്പോകും. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഇൻറ്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല. ഈ ഫാമിലിക്ക് ഒരു റിസോർട്ട് അറ്റ്മോസ്ഫിയർ ഉള്ള രീതിയിലാണ് ഇവിടെ മൊത്തം ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കത് കണ്ടു നോക്കില്ല മാഡം? കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ലുക്കാണ് അല്ലേ? ഏറ്റവും രസം ഈ മുറ്റത്ത് വിരിച്ചിട്ടുള്ള സ്റ്റോൺ ആണ്. കരിങ്കൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ എൻഡിലൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് അവർ ഫാമിലിക്കും അതുപോലെ പുറത്ത് വരുന്ന വിസിറ്റേഴ്സിനും നന്നായി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള ഒരു പാർക്ക് സെറ്റപ്പിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പാർക്കിന്റെ പ്രത്യേക ഒരു നല്ലൊരു ഊഞ്ഞാലൊക്കെ കൊടുത്ത് ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ ഇട്ടുണ്ട്. കോഫി ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ മുകളിലെ ലെയറാണ് അവരെ തറവാട് വീട്. ഈ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ കല്ലും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മളെ വീട് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആവുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫില്ലിംഗ് ഒക്കെ വരുന്നത്, എർത്ത് വർക്കാണ് എക്സ്പെൻസ് വരുന്നത്. ഇവിടെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ കല്ല് വെട്ടാൻ കൊടുത്തു. അവരെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം കല്ല് ഇത്രയും ഭാഗത്ത് നിന്ന് വെട്ടിയെടുത്താണ് കേട്ടോ. ഈ ഹൈറ്റിൽ കാണുന്ന നല്ല രീതിയിൽ എന്ത് ചെയ്തു, ആ ഫ്ലോട്ട് ആദ്യം ക്ലിയർ ആക്കി ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ല് ഇവിടെ തന്നെ കിട്ടിയിട്ടുള്ളത്. ചെലവ് ചുരുക്കുക എന്നാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള നമ്മളെ ആസിഫും അതുപോലെ ഇതിന്റെ ഇന്റീരിയർ ആരാണ് ജുനൈദും ആണ്, പിന്നെ റിയാസും ഉണ്ടല്ലേ, ആ ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരു ഊഞ്ഞാലുണ്ട് അല്ലേ? അതെ അതെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അവർ ആ വർക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു സ്റ്റോണിന്റെ ഇതുണ്ടല്ലേ സർ, അത് ആ വർക്ക് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈവനിങ് ടൈമിൽ വളരെ റിലാക്സ് ആയിട്ട് ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വളരെ ഏറ്റവും രസകരമായിട്ട് ജിഫെക്സിന്റെ ഈ ലൈറ്റ് ആണ്, ലൈറ്റ്. കാരണം ഇതിന്റെ ആ ഫിനിഷിംഗ് കാണുമ്പോഴാണ് നമുക്കൊരു സാധാരണ ഒരു നമ്മൾ പുറത്തൊരു പാർക്കിൽ പോകുമ്പോൾ കാണുന്ന ഒരു ലൈറ്റിന്റെ ഫിനിഷിംഗ്. ഇത് സിൽവാൻ ലൈറ്റ് എടുത്താട്ടോ, അതും ജിഫെക്സിന്റെ മെറ്റീരിയൽസ് ആണ്. കാരണം ഇത്രയും വെയിലൊക്കെ കൊള്ളുന്ന സാധനത്ത് ഇത്രയും ക്വാളിറ്റിയോട് കൂടെ നിൽക്കാൻ അതാ ജിഫെക്സിനെ കഴിയുള്ളൂ. എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടി ആടി ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് ഒന്ന് കടന്നു നോക്കല്ലേ? ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ്. ഡൈനാ മാർബിൾ ആണ് വിരിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഡൈനാ മാർബിൾ. അതും ടാൻ ബ്രൗൺ ലപ്പോത്രയും കൂടെയാണ് ഈ സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്പെഷ്യലായിട്ട് കുറച്ച് കണ്ണിന് കുളിർമ കിട്ടുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ട് അവർ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് റിലാക്സ്, മൈൻഡ് ഒക്കെ കൂൾ ആവാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ലോൺ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ആകെ ആവാം ഇട്ടി പാനിന്നാണ് ഒരു പച്ചയും അതുപോലെ കാറ്റും വെളിച്ചവും മണ്ണൊക്കെ മനുഷ്യന്റെ മനസ്സിലെ പോസിറ്റീവ്നെസ് തരും. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സീലിംഗില് സിഒബിസ്, സിൽവാൻ ജിഫെക്സിന്റെ സിഒബി വളരെ മനോഹരമായിട്ട് ന്യൂട്രൽ വൈറ്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഥക് തുറന്നു വരുമ്പോൾ തന്നെ നമുക്ക് സീലിംഗിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. ഒരു രക്ഷയില്ലാത്ത ജിഫെക്സിന്റെ ലൈറ്റ് ആട്ടോ, ആന്റിക് ലൈറ്റ് ആണ് കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിൽ മനോഹരമായിട്ടുള്ള 2 സോഫ കിട്ടുന്ന ലിവിംഗ് ഏരിയ കൊടുത്തുള്ളത്. നല്ല രീതിയിൽ പാനലിംഗ് കൊടുത്തു, വലിയ ഒരു TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ വിനീറാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ജിപ്സത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വുഡൻ കോമ്പിനേഷനിലെ വിനീറാണ്. ഫുൾ ലെങ്ത്തിൽ തന്നെ നമ്മുടെ ഇത് കൊടുക്കുന്നുണ്ട്, കർട്ടൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ആംബിയൻസ് മാറിയിട്ടുണ്ട്, ഒരു അടിപൊളിയായിട്ട്. മാത്രമല്ല ഈ സൈഡിൽ ഗ്ലാസ്സിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് മിറർ കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ മോഡലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാളിൽ കൊടുക്കുന്ന ലൈറ്റും വാളിലായിട്ട് നമ്മൾ വുഡൻ ഫിനിഷിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ നമ്മൾ സീലിംഗിൽ ലീനിയർ നമ്മളുടെ ട്രാക്ക് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാൻ കഴിയുന്നതാണ്. മാഡം പണ്ടൊക്കെ ഈ ട്രാക്ക് ലൈറ്റ് ഒക്കെ ഓഫീസിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വീടുകൾക്ക് എപ്പോഴും നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ ഈ ലൈറ്റ് നോക്കൂ സർ,
ഈ ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഷെയ്ഡ് അങ്ങോട്ട് വരണം, നമുക്ക് ടിൽറ്റ് ചെയ്ത് വെക്കാം, ഇങ്ങോട്ട് വരണം, ടിൽറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ടെക്നോളജീസ് അനുസരിച്ച് സിലിണ്ടർ കോംപ്ലൈറ്റ് ആകുമ്പോൾ ഇപ്പൊ ഇവിടെ എല്ലാ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഇല്ല. സാധാരണ കേസിൽ അത് പാനൽ ലൈറ്റ് ഒക്കെ നമ്മളെ കണ്ണിൽ തട്ടിയിട്ട് 2-3 ലൈറ്റ് എങ്കിലും നമ്മൾ ഓഫ് ആക്കും. പക്ഷെ ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് ലൈറ്റ് ഉണ്ട്, മൈൽഡ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ലൈറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ സത്യത്തിൽ അത് ചെയ്യുമ്പോൾ ലുമിൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ആ അത് കറക്റ്റ് ആയിട്ട് നമ്മളൊരു വീട് നോക്കുമ്പോൾ ആദ്യം ആ ഒരു ഏരിയക്ക് നമ്മൾ ഓരോ ഏരിയയ്ക്ക് ഓരോ ലൈറ്റ് ആണ്. ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ റിലാക്സ് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ലുമൻസ് വളരെ കുറച്ച് മതി. അത് നമ്മൾ ആർക്കിടെക്ചേഴ്സ് നോക്കിയിട്ടാണ് ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കഴിവുള്ള ആർക്കിടെക്ചേഴ്സ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ വീടിന് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ പ്രകാശം കിട്ടുന്ന ലൈറ്റുകൾ, അതിന് സപ്പോർട്ടായിട്ട് എന്നും ജിഫക്സ് കൂടെ ഉണ്ടാവും. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുകയാണെങ്കിൽ ആ ഡൈന മാർബിൾ മനോഹരമായിട്ടുള്ള ദൃശ്യം. ഞാൻ ഡൈന മാർബിൾ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വൽ ഡൈന മാർബിൾ അല്ല, ഡൈന സ്ലാബ് ആണ്. ഡൈന മാർബിൾ അതേപോലെ തന്നെ 6-4 അസർവേയിൽ വരുന്ന ഡൈന മാർബിൾ ആണ്. സ്പേസർ ഇട്ടിട്ട് എപ്പോക്സ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ കളർ അതേ കളർ എപ്പോക്സ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും സ്പേസർ ഇട്ടൊരു ഫീൽ കിട്ടില്ല. ഇറ്റാലിയൻ മാർബിൾ ഡൈന വിരിച്ച അതേ ഫീലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നല്ല രീതിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റെയർ കേസിന്റെ ഏരിയ വുഡൻ ഫിനിഷിംഗിൽ എന്നാൽ ഗ്രാസ് കൂടെ ആഡ് ചെയ്തിട്ട് അവർ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിനിടയിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ്സ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ ശ്രദ്ധിച്ചോ, ഇതിന്റെ ഓണർ ലെനിനും അദ്ദേഹത്തിന്റെ വൈഫും ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കപ്പിൾസ് ആണ്. വീട് അതുപോലെ ചെയ്തിട്ടുണ്ട്, ഒരു യങ് എനർജറ്റിക് കപ്പിൾസ് ആയിട്ട് നമുക്ക് ഇന്റർവ്യൂവിൽ കാണാം. കാരണം ആ വീടും അതുപോലെ അതിന്റെ ഓരോ ഭാഗവും പ്രണയത്തോട് കൂടെ നിർമ്മിച്ച പോലെ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ടൈലാണ് കണ്ടോ, ഇത് ടൈല് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് ടൈൽ വെച്ച് അതിൽ ബബിൾസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട്. സാധാരണ ഈ കോണിയുടെ താഴെ അല്ലെങ്കിൽ സ്റ്റെയറിന്റെ താഴെ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഡെഡ് ഏരിയ അല്ലേ, ഒരു ഡെഡ് ഏരിയയാണ്. ഇവിടെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ്. ഓക്സിറ്റോസിനൊക്കെ ഇങ്ങനെ കിട്ടും, വെറുതെ കിട്ടും. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഡൈനിങ് ടേബിളിൽ 10 ആൾക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം, 8 ആൾക്ക് ഇരിക്കാം. ഇറ്റാലിയൻ മാർബിൾ പോലത്തെ ഒരു സ്ലാബാണ് വിരിച്ചിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ആണ്. ഈ ഡബിൾ ഹൈറ്റ് വരുമ്പോൾ നിങ്ങൾ ഈ എങ്ങനെയാണ് അവിടേക്കുള്ള ലൈറ്റ്? അതെ, ഡബിൾ ഹൈറ്റ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാനും അതോടെ വളരെ മനോഹരമാക്കാനും എപ്പോഴും സിൽവാൻജി ഇഫക്ട്സ് നോക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡബിൾ ഹൈറ്റിലുള്ള ഷാൻലിയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ലീനിയേഴ്സ് പോലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ഇവിടെ ഈ ഒരു ടേബിളിന് അത് ഹൈലൈറ്റ് ചെയ്യിക്കുന്നത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകുന്നില്ല താനും. നമ്മുടെ വീടിന്റെ മോഡൽ അനുസരിച്ചുള്ള ലൈറ്റുകളാണ് അല്ലെ. നമുക്ക് എവിടെ ലൈറ്റ് വെക്കുക എന്നതല്ല, ലൈറ്റും വേണം, എന്നാൽ നമ്മുടെ ആ യുണീക്ക് ആയിട്ടുള്ള ഡിസൈന് മാച്ച് ആണ്. അപ്പോൾ വോൾ ലൈറ്റിൽ കൊടുത്തുള്ള ആന്റിക് ലൈറ്റ് കണ്ടില്ല, അത് കറക്റ്റ് ഈ വീടിന്റെ ആ ഒരു എലഗന്റ് ഡിസൈനാണ് വീട് തന്നെ. അപ്പൊ അതിലേക്കുള്ള ലൈറ്റുകളും അതേപോലെ തന്നെ. എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കർട്ടനെ കവർ ചെയ്തോടത്തൊക്കെ വിനീർ കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ലിനിൻ സാർ ചെയ്തിട്ടുള്ള എന്താ അറിയോ, വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ബോറടിക്കുമല്ലോ, ഒരു കോഫി ഷോപ്പിൽ പോയ ഒരു ഫീലാണ്. ഇതുകൊണ്ട് തുറന്നകത്തേക്ക് കിടന്നാൽ പൂജാമുറി അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാവരും നമുക്കൊക്കെ പ്രേ ചെയ്യുമ്പോഴൊക്കെ ഡിസ്റ്റർബൻസ് വരാറുണ്ടെന്ന് ചിലവർ പറയാറുണ്ടല്ലേ. കാരണം ഗസ്റ്റ് വന്നിരിക്കുന്നു, നമുക്ക് ഇവിടേക്ക് ഇരിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ്. പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു സൈലൻസ് ആഗ്രഹിക്കുന്നില്ലേ, എന്നാൽ അതിനു വേണ്ടി ബെസ്റ്റ് ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് അവരുടെ പ്രേ ഒരു വളരെ ഒരു പീസ്ഫുൾ ആക്കാൻ അവർ ഈ ഏരിയ നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കോഫി ഒക്കെ കുടിച്ചിരിക്കാനും പറ്റും. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ആന്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റോണിൽ ഡിസൈൻ ചെയ്ത് കണ്ട ഒരു നമ്മളൊരു റിസോർട്ടിൽ പോയ ഒരു ഫീൽ അല്ലേ. റിസോർട്ടിൽ പോയ അതായത് ആധുനിക പ്രെയർ റൂം എന്ന് വേണമെങ്കിൽ പറയട്ടോ, മോഡേൺ പ്രെയർ റൂം. പണ്ട് നമ്മൾ പ്രെയർ റൂം മാത്രമല്ല, ഇതിവിടെ പ്രെയർ നടക്കും, അതുകൂടെ തന്നെ ഒരു കോഫി കുടിക്കുക. കോഫി കുടിക്കുമ്പോൾ പോലും ഒരു ആത്മീയത വരുന്ന മാത്രമല്ല നല്ല രീതിയിൽ പ്രകാശവും വെളിച്ചം കിട്ടുന്ന ഒരു പറകോളൊക്കെ കൊടുത്തു. എന്നാ സേഫ്റ്റി കേട്ടോ, രാത്രി 12 മണി വരെ 1 മണി വരെ വേണമെങ്കിൽ തമാശൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലേ. ഈ വീട്ടിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ട് ശ്രദ്ധിച്ചു, ആ ഒരു സ്റ്റോണിൽ നമ്മൾ ഒരൊറ്റ സ്റ്റോൺ ഗ്രേ ലൈറ്റ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള COBs ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന ചില റിസോർട്ടിന്റെ ചില ആ ഒരു ഫീൽ ആട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോണിൽ ചെയ്തിട്ട് ആ ഭയങ്കര രീതിയിൽ ആ ഫീൽ വരുത്തിയിട്ടുണ്ട്. ഈ വീട് കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ വീടിലെ കിച്ചൺ കാണുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം കിച്ചൺ കാണാൻ. ഇതിന്റെ ഒരു ബാർ കൗണ്ടർ ടോപ്പ് അല്ലേ, ഭയങ്കര എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് ഇന്റർവ്യൂവിൽ ചോദിച്ചു നോക്കാം. ചേട്ടൻ ഒരുപാട് മുൻപ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലാൻ ആണോ? കളർ കോമ്പിനേഷൻ വളരെ യുണീക്ക് ആയിട്ട് വൈറ്റ്, വളരെ പേസ്റ്റൽ കളേഴ്സ് ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്ന്
തികച്ചും വിഭിന്നമായിട്ടാണ്. കാരണം ഇവിടെ ഫുൾ ഓപ്പൺ ആയി കൊടുത്തുകൊണ്ട് തന്നെ ഈ മോഡുലാർ കിച്ചൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും അല്ലേ. മാത്രമല്ല ചെറിയ ഫാമിലി ആയിരിക്കുമല്ലോ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. നമ്മൾ കിച്ചണിലാണെങ്കിലും അപ്പുറത്ത് ഇരിക്കുകയാണെങ്കിലും ഒക്കെ ഒരു ഭയങ്കര രസകരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലാൻ ചെയ്ത ആളുകൾ ഉണ്ടാക്കിയ ഒരു കിച്ചൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നല്ല രീതിയിൽ വിനീർ കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയുണ്ട്. ഫ്ലോറിന് 4x2 കാർവിംഗ് ഡിസൈൻ കേട്ടോ. ഇപ്പോൾ ഉള്ള ടൈലിൽ വെച്ച് ഏറ്റവും നല്ല ടൈലാണ്, കാർവിംഗ് ഡിസൈനാണ് 4x2. വോളിൽ ഗ്ലോസി ടൈലാണ്. കാരണം എന്താ പറയുക, വോളിൽ എപ്പോഴും ചളി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളറിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? കളർ വളരെ ഒരു യുണീക്കായിട്ട് എനിക്ക് തോന്നുന്നത്. സാധാരണ കിച്ചൺസിലൊക്കെ നമ്മൾ കാണുന്ന ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് ആഷ്, അതല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ഗോൾഡൻ ഒരു ബ്ലാക്ക് കളേഴ്സ് ഒക്കെയാണ് കാണുന്നത്. ഇവിടെ വളരെ യുണീക്കായിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്, അതും വളരെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ട്രാക്ക് ലൈറ്റ്സ് അത് വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിന്റെ യൂസ് മാക്സിമം കിട്ടുന്നത് ഈ റൂമിലാണ്. കാരണം ഈ റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ട്രാക്ക് ലൈറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഓഫീസ് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്, ഇപ്പൊ വീടിന്റെ ഭംഗി കൂട്ടാനും ട്രാക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന് മുകളിൽ നാനോ വൈറ്റ് ആയിട്ട് G7 നാനോ വൈറ്റും അതുപോലെ മൾട്ടി പർപ്പസ് സിങ്കാണ്. നമ്മളെ വീഡിയോ ഇട്ടിട്ട് 3 മില്യൺ ആളുകളൊക്കെ റീൽസ് കണ്ടിട്ടുള്ള മൾട്ടി പർപ്പസ് സിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരു റഫ് ആയിട്ടുള്ള വർക്ക് ഇവിടെ ഉണ്ടാവില്ല. ആഫ്റ്റർ കുക്കിങ്ങിന് ശേഷമുള്ള സപ്ലൈ അല്ലെങ്കിൽ ഈറ്റിങ്ങിനൊക്കെ മാത്രമേ ഈ മോഡുലാർ കിച്ചൺ ആളുകൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നാനോ വൈറ്റ് ഇവിടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതർവൈസ് നമ്മൾ വർക്ക് ഏരിയയിലാണ് ഉപയോഗിക്കണമെങ്കിൽ നാനോ വൈറ്റിന് പകരം ഗ്രാനൈറ്റ് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. മോഡുലാർ കിച്ചന്റെ പർപ്പസിൽ മാരകമായിട്ടുള്ള പരിക്കൊന്നും ഇവിടെ സംഭവിക്കും. കത്തി വാള് ഒന്നും ഇവിടെ ഉണ്ടാവില്ല, അത് അപ്പുറത്തായിരിക്കും. ഏതായാലും ഇവിടെ തന്നെ ചിമ്മിണി ഹോബൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കവേർഡ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി കിച്ചനാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ ഏരിയയിലും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നാച്ചുറൽ ലൈറ്റ്സ് റിസോഴ്സ് നന്നായി യൂസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് എല്ലായിടവും. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇത് നന്നായിട്ട് നമുക്ക് നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിൽ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോണും അതിലേക്ക് തന്നെ ഗോൾഡിഷ് ആന്റിക് ആയിട്ടുള്ള ജിഫക്സിന്റെ മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നാനോ വൈറ്റും വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കൗണ്ടർ. പിന്നെ കുറച്ച് ഭാഗമാണെങ്കിലും ഗ്രീനിഷ് കാരണം ഇവിടെ ഇതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് ഈ ഗ്രീനിഷ് കളർ നമ്മളെ കണ്ണിന് നല്ല കുളിർമ, മറ്റൊന്ന് നമ്മൾ വാഷ് ബേസിന് എപ്പോഴും വെള്ളം തെറിക്കുന്ന ഭാഗമാണ്, സ്ലിപ്പ് ആവാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. വളരെ വ്യക്തമായിട്ട് അതിനൊരു കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആട്ടോ. അറ്റാച്ച്ഡ് കോമൺ ടോയ്ലറ്റിൽ വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള 4x2 ഐ ഗ്ലോസി ലൈറ്റ് കളറിന്റെ ഒരു കോമ്പിനേഷനാണ്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽ ടാങ്ക് കൊടുത്തിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമാണ് മാഡം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം തന്നെ. കാരണം ആ ഒരു 5 സ്റ്റാർ ഫീലാണ്. വുഡൻ സ്ട്രിപ്പ് കണ്ടില്ലേ, ആക്ച്വലി ഇത് വുഡൻ സ്ട്രിപ്പ് അല്ല കേട്ടോ, അസർവയുടെ നൂപ്പ് വുഡ് എന്ന് പറയുന്ന സാധനം. തീക്ക് വുഡ് ഇട്ട പോലെ ഇല്ലേ, തേക്ക് ചെയ്ത പോലെ നമ്മുടെ നാട്ടിൽ നിലമ്പൂർ തേക്ക് കൊടുത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും ആ ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു 5 സ്റ്റാർ മാസ്റ്റർ ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തില്ലേ, നല്ല രീതിയിൽ ചാർക്കോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ തന്നെ നല്ല രീതിയിൽ അഡ്രസ്റ്റ് ഒക്കെ കൊടുത്ത്, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ഈ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കളർ തീമുകൾ, ആ പെയിന്റ്, എന്തിനു വരെ ആ ലീഫുകൾ വെച്ച് ആ പെയിന്റ് ഉണ്ടല്ലോ, ആ പിക്ചർ വരെ ഇതിന്റെ ആംബിയൻസ് ഒന്ന് കൂട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മളെ ബെഡിന് കണക്ട് ആയിട്ട് നല്ല റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് അതാണ്. നമുക്കിപ്പം എല്ലാവരും മിറർ പിക്ചേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു എന്താണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അതിന് കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ സ്ട്രിപ്പും അതുപോലെ തന്നെ ഒരു ജിഫാക്സിന്റെ ആന്റിക് പീസും അവിടെ കൊടുത്തിട്ടുണ്ട്. വേറൊരു സൈക്കോളജി കൂടെ ഉണ്ട് ഇതിന്റെ. നമ്മൾ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ആരെങ്കിലും കണി കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, നമ്മളെ തന്നെ കാണാം. വരുന്ന ഗുണവും ദോഷമൊക്കെ സഹിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ കണ്ടിട്ടാണ് എണീറ്റെന്ന് പറയില്ല, നീറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് എന്താ പറയാ, ഒരു റൊമാൻറ്റിക് ബെഡ്റൂമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ടെക്സ്ചറിങ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അതും നല്ല വൈറ്റ് ഗോൾഡിഷ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. മനോഹരമായ ബാത്റൂമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് മൊറോക്കൻ ടൈൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല പാർട്ടീഷൻ ഗ്ലാസ് ഒക്കെ സ്ലൈഡിംഗ് ഡോറോട് കൂടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും ഷവർ മിക്സർ ഒക്കെ ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിലേക്ക് സൂട്ടായുള്ള ഒരു 5 സ്റ്റാർ ബാത്റൂം തന്നെയാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്ക് എത്തി ഈ ബെഡ്റൂമിന് നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം പറയാം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ പേസ്റ്റൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഇതൊരു ആഷ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. എന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് റെസ്റ്റിൽ ഇതേ നല്ല രീതിയിൽ ക്ലോത്ത് ആണെന്ന് തോന്നുന്നു. അതെ, നല്ല രീതിയിൽ വെൽവെറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് പൈൻ വുഡ് ലുക്കാണ്.
നേരത്തെ ടീക്ക് വുഡ് ആയിരുന്നു, ഇതൊരു പൈൻ വുഡ് ലുക്കിലാണ് കൊടുത്തുള്ളത്. പക്ഷേ നമുക്ക് ഓരോ ബെഡ്റൂമും ഓരോ അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ കർട്ടൻസ്, അതുപോലെ ഇവിടെയുള്ള ഡിസൈൻ, സീലിംഗിലെ ഡിസൈൻ വരെ ഒരു ചാലിട്ട് ഡിസൈൻ, പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വേറെ സിമ്പിൾ ആയിട്ട് ചെയ്ത് അതിൽ ചാലിട്ടിട്ട് സിലിണ്ടർ കോപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹിഡൻ സിലിണ്ടർ കോപ്സ് ആണ്. സോ നമുക്ക് അവിടെ സിലിണ്ടർ കോബ്സിന് നമുക്ക് വിസിബിൾ അല്ല, എന്നാൽ അതിലെ ലൈറ്റ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് പോയിന്റ് ചെയ്ത് താഴെ കിട്ടുന്നുണ്ട്. അതുപോലെ നേരത്തെ അവിടെ കണ്ട പോലെ ഒരു വലിയ മിററിന് പകരം കുറച്ച് ഒതുങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റാണ് കൊടുത്തുള്ളത്. അതിന് മുകളിൽ ആ ജിഫക്സിൽ ലൈറ്റ് വരുന്നതോട് കൂടി അതൊരു രാജകീയ റോയൽ ലുക്ക് വരുന്നു കേട്ടോ. അതോട് കൂടെ തന്നെ ഇവിടെ ഒരു അടിപൊളിയായിട്ട് വാർഡ്രോബ്സ് ഒതുക്കിയിട്ടുണ്ട്, റൂമിലേക്ക് കാണാത്ത രീതിയിൽ ഒതുക്കിയിട്ടുണ്ട്. അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊറോക്കൻ സീരീസ് ഡിസൈൻ ചെയ്തിട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, വാൾ മൗണ്ടഡ് ക്ലോസറ്റ് വാഷ് ബേസിനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂം നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഏത് ബെഡ്റൂം ഇഷ്ടമായത്? എനിക്ക് ഏറ്റവും ഇഷ്ടം മാസ്റ്റർ ബെഡ്റൂം ആണ്. അതിൽ മിററാണ് ഹൈലൈറ്റ്, റൊമാൻറ്റിക് മിറർ. ഞാൻ പറയില്ല, ഫുള്ളായിട്ട് നമ്മളെ ബെഡ് കാണുന്ന രീതിയിലുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ ഒരു സർപ്രൈസ്, കാരണം ഇത് പറഞ്ഞാൽ വുഡാണ് കൊടുത്തത്. സാധാരണ ഇത് കൊടുക്കല് വുഡല്ല, വുഡ് ഒരു പാനൽ ഇട്ടിട്ട് അതിൽ പാക്ക് ചെയ്താന്ന് പറഞ്ഞത് എന്നോട് ഇതിന്റെ കോൺട്രാക്ടർ. നല്ല ഭംഗിയായിട്ട് വളരെ തിക്നെസ്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലെയിൻ ഗ്ലാസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് പോകുമ്പോൾ തന്നെ അത് ജിഫക്സ് ആണോ? ജിഫെക്സ് ആണ്. ജിഫെക്സിന്റെ ഒരു ഹൈലൈറ്റ് മോഡലാണ്. നമുക്ക് ലൈറ്റും വേണം, ഭംഗിയും വേണം, എന്ന സമയം നോക്കണം അല്ലേ. സോ അതിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആന്റിക് പ്ലസ് ബ്ലാക്ക് ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ക്ലോക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ സീലിംഗിൽ വളരെ മനോഹരമായിട്ട് സിലിണ്ടർ കോപ്സും അതുപോലെ തന്നെ കൺസീൽഡ് പ്രൊഫൈൽസും ആണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ കഴിയുന്നത് താഴെ വളരെ സറ്റിലായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിൽ ഇവിടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീനും യെല്ലോവും ഷെയ്ഡ്സ് ഒക്കെയാണ് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് അല്ലേ സർ? അതായത് ഈ വീട്ടിൽ എല്ലാം ഉണ്ട് നടത്തും. ഈ വീട്ടിൽ ഓരോ റൂമിനും ഓരോ മൂഡാണ്. നമ്മള് ലൈറ്റിന് അങ്ങനെ മൂഡുണ്ട്. നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ റൊമാൻറ്റിക്, സാഡ്, സ്ലീപ്പിങ്ങിനൊക്കെ ലൈറ്റിന് മൂഡിങ്, അതിനനുസരിച്ച് മൂഡ് ലൈറ്റ് മാറ്റാൻ പറ്റും. ഇവിടെ ഈ ലീനിയർ ലൈറ്റ് നിങ്ങൾ അറിയില്ലേ, ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന ഇത് അടിയിൽ നിന്ന് കാണുന്നതിന് ഭംഗി ഇവിടുന്ന് കാണുമ്പോഴാണ് അല്ലേ, നമ്മളിവിടെ കാണാം. അതുപോലെ 2 വാളിലും കൊടുത്തുള്ള ലൈറ്റുകൾ ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് ഏറ്റവും രസം കിട്ടുന്നത് പ്ലെയിൻ വാളിലേറെ ടെക്സ്ചർ വാളിലാട്ടോ. എനിക്കത് തോന്നുന്നു ടെക്സ്ചർ വാളിൽ അതൊരു റോയൽ ലുക്കാണ്. ഒരേ സാധനമാണ്, പക്ഷെ 2 ആംബിയൻസിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം. ടെക്സ്ചർ വാളിൽ വരുമ്പോൾ അതൊരു റോയൽ ലുക്കിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ വാൾപേപ്പർ കൊടുത്ത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സീലിംഗിൽ വുഡൻ സ്ട്രിപ്പ് കൊടുത്ത പോലെ വിനീർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വുഡൻ സ്ട്രിപ്പ് കൊടുത്ത പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഓൾറെഡി പറകോളിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ലൈറ്റും കിട്ടും. മുകളിൽ 2 ബെഡ്റൂമാണ്. ബെഡ്റൂം കാണുന്നതിൻ്റെ പ്രത്യേകത, ഒരു ബെഡ്റൂം ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഒരു കോമൺ ബാൽക്കണി ഉണ്ട്. അത് കാണുന്നതിന് മുന്നേ നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കാണാം. മുകളിലത്തെ നിലയിലെ ബെഡ്റൂം കയറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ആദ്യം നമ്മളെ കണ്ണിൽപ്പെടുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആന്റിക് ലൈറ്റ് വാളിലും അതുപോലെ തന്നെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. പൈൻ വുഡ് കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ്, ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടിയിൽ കൊടുത്ത പോലെ തന്നെ വുഡ് സ്ട്രിപ്പുകളാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഹെഡ്റസ്റ്റ് പകുതിയല്ലേ കൊടുക്കുക, ഈ 2 സൈഡിൽ വിൻഡോ വന്നുകൊണ്ട് തന്നെ ഒരു മോഡലായിട്ട് ഇത് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള വെൽവെറ്റ് അല്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ഹെഡ്റസ്റ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ടെക്സ്ചർ യെല്ലോ ഷെയ്ഡ്, ഒരു കളർഫുള്ളാണ്, ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ. അല്ല നമ്മുടെ ആ സോഫയിലുണ്ട് അതിൻ്റെ ആ കോമ്പിനേഷൻ. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ നമ്മൾ കണ്ടല്ലോ ആ സോഫയിലും ആ കോമ്പിനേഷൻ, അത് കറക്റ്റ് ത്രൂ ഔട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ, ആ ഇൻറ്റീരിയർ ഡിസൈൻ, എന്തായാലും ഇത് ചെയ്ത ആളുകൾക്ക് അടിപൊളി സല്യൂട്ടാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് വീടിന്റെ തീം മൊത്തത്തിൽ. മാത്രമല്ല തന്നെ സാർ ഇവിടെ നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മോൾ പെൻഡന്റ്, എന്നാൽ നമുക്കൊരു റീഡിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റുമാണ് ജിഫെക്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പിൾസിൽ സാധാരണ നമുക്ക് ഒരാൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ലൈറ്റും കളിച്ച് ഒരാൾക്ക് മൊബൈൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് നിന്നാൽ നമ്മളെ മൊബൈലിൽ മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ, ഇപ്പോൾ മൊബൈൽ കാണല്ലോ, ഇൻസ്റ്റാഗ്രാം റീൽ കാണാൻ മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ആവാത്ത ചെരിഞ്ഞ് നിന്നാൽ റൂമിൽ ലൈറ്റ് ഉണ്ടാവും, എന്നാൽ മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാവില്ല. കറക്റ്റ് മൊബൈലിന് വെളിച്ചത്തിൽ കിട്ടുന്ന എന്തല്ലേ ജിഫെക്സ് ഇന്ന് റീൽ ചെയ്യുന്ന ആളുകൾക്കും സപ്പോർട്ടാണ് ജിഫെക്സ് ലൈറ്റ്. ഇവിടെ എന്തിനാണ് ഈ വാർഡ്രോബ്സിന്റെ അകത്ത് ലൈറ്റ് കൊണ്ടുവെക്കുന്നത്? അത് പുറത്തുനിന്ന് കാണാനാണോ? അല്ല, നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും പരാതിയാണല്ലേ, ഒരു സാധനം കാണാൻ വേണ്ടി നമ്മൾ മുഴുവൻ സാധനവും നമ്മൾ പുറത്തേക്ക് വലിച്ചിടും. അതിന് പകരം വളരെ മൈൽഡായിട്ട് നമുക്ക് എന്താ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സാധനം നമുക്ക് വളരെ മനോഹരമായിട്ട് വെക്കുന്നത് കാണുകയും ചെയ്യാം. എന്നതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ലൈറ്റ് വാർഡ്രോബ്സിന്റെ കൂടെ വരുന്നതാണോ?
അല്ല, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ജിഫെക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ജിഫെക്സ് നിങ്ങളെ വാർഡ്രോബ്സിനെ രാത്രി കത്തി ജ്വലിപ്പിക്കാനും ജിഫെക്സ് ലൈറ്റ് ഉപയോഗിക്കാന്നുള്ള ഒരു സൂചനയും കൂടെയാണ് ഇതിന്റെ കൂടെ മാഡം നമുക്ക് തരുന്നത് കേട്ടോ. ഒരു അടിപൊളി ബാത്റൂം ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത മറ്റൊരുത്തൊക്കെ നമ്മൾ ചെയ്തത് മൊറോക്കൻ സീരീസ് ആണെങ്കിൽ ഇവിടെ വുഡാണ് കൊടുത്തിട്ടുള്ളത്. 4x2 വുഡ്. എല്ലാ ബാത്റൂമിലും ഇവരെന്ത് ചെയ്തിട്ടുള്ള പാർട്ടീഷൻ ചെയ്ത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫ്ലോറിനും വാളിനും കൊടുത്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി അസർവയുടെ വുഡൻ ടൈല് നോക്ക് വുഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അടിപൊളി ബാത്റൂമാണ്. ഓരോ ബെഡ്റൂമിന്റെ ബാത്റൂമുകളും യുണീക്ക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ എത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, ഓരോ ബെഡ്റൂം യുണീക്ക് ആണെന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റുകൾ ഉണ്ടല്ലേ, ജിഫെക്സിന്റെ നമ്മളെ തൂങ്ങിയെടുക്കുന്ന ലീനിയർ ലൈറ്റ് അല്ലേ, ഹാങ്ങിങ്ങിൽ ചെയ്തിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ലൈറ്റ് ആണത്. അതുപോലെ തന്നെ നമ്മളെ തിങ്ക് കുറഞ്ഞ ട്രാക്ക് ലൈറ്റുകൾ, കോബിൾ. ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഉണ്ട് റൂമിൽ, പക്ഷെ ഒരിക്കലും നമുക്കൊരു ലൈറ്റ് ഇട്ട ഫീൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് നോക്കലും ബീമാങ്ങളൊക്കെ നോക്കി ലൈറ്റ് റൂമിലേക്ക് ആവശ്യമുള്ള ലൈറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇവിടെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ടെക്സ്ചർ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പിക്ചർ കണ്ടോ, വളരെ പിക്കാസോ. ഓരോ റൂമിലും ഓരോരോ ഷെയ്ഡ്സ് ഉള്ള നല്ല ആർട്ടിസ്റ്റ് വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഓരോരോ ക്യാൻവാസുകളും കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. ഇതിനോട് കൂടെ ഒരു വാർഡ്രോബ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹിഡൻ ആയിട്ട് ഒരു വാർഡ്രോബ്സ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്, ബെഡ്റൂമിലേക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ. അതിന്റെ കൂടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ബാത്റൂം ചെയ്തിട്ടുള്ളത്. അസർവയുടെ തന്നെ ബ്രൗൺ ആൻഡ് കോഫി കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലും അതേ ടൈലാണ് ഇട്ടിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും ഗ്ലാസ് പാർട്ടീഷനും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ കൂടെ മറ്റൊരു പ്രത്യേകത, ഒരു ചെറിയ പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. ചില ബെഡ്റൂം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയേണ്ടത്, ഒരു പ്രൈവറ്റ് ബാൽക്കണി എപ്പോഴും ഒരു ബെഡ്റൂമിന് സ്പേസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മഴ കൊള്ളണമെന്നുണ്ടെങ്കിൽ ആർക്കും വീട്ടിലുള്ള മറ്റുള്ള ആർക്കും ഡിസ്റ്റർബ് ഇല്ലാതെ ഒരു ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുക, കുറച്ചു നേരം മഴ കൊള്ളുക, കാറ്റ് കൊള്ളുക. അതുപോലെ രാത്രി സമയങ്ങളിൽ നമുക്ക് വന്നിരുന്ന നക്ഷത്രങ്ങളെ എണ്ണി ഒന്നും രണ്ടൊക്കെ പറയാൻ പറ്റുന്ന ആ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളും വീട് ഒരുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് വീട് സ്വർഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ. പക്ഷേ ബാൽക്കണി ആണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന ബാൽക്കണി. സാധാരണ ഒരു ബാൽക്കണി അഡീഷണൽ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് ആ രീതിയിലേ ചെയ്യുള്ളൂ. ഇതൊരു റോയൽ ലുക്കിൽ മുകളിൽ വരെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ക്വയർ ഒരു ഇതിലാണ് നമ്മൾ കൊടുത്തില്ല, ആകൃതിയിൽ കൊടുത്തിട്ട് അതിന്റെ നടുവിൽ ഒരു ചെറിയ സിഒബിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറയാ, നല്ല രീതിയിലുള്ള നല്ല കളർ ആണ് പെയിന്റിലും കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല എന്താ പറയാ ഗാർഡ് റെയിലും കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്ലാസിന്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് വളരെ മനോഹരമായി വളരെ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണിത്. പ്രൈവറ്റ് ബാൽക്കണി ഏരിയയോട് ചേർന്നിട്ട് തന്നെ ഒരു വലിയൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഒരു മഴ കൊള്ളാനും ഇടയ്ക്കൊക്കെ ഒരു സൊറ പറഞ്ഞിരിക്കാനും ഉള്ള ഒരു വലിയ സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നാല് ഒരു കോഫി കുടിച്ചിരുന്നു കഴിഞ്ഞാല് എത്ര സമയം ഇരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ചാറ്റൽ മയം കൂടെ ഉണ്ടെങ്കിലോ അടിപൊളിയാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ കേട്ടോ. ഇതൊരു ഓപ്പൺ ടെറസാണ്. ഇവിടെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ട് കൂടെ വല്ലാതെ മയം കൊള്ളുന്ന സമയത്തൊന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കുകയും ചെയ്യുക. ഓപ്പൺ ആയിട്ട് അതിലേക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ആൻറ്റിക് കളറാണ് ടൈൽ ഇട്ടിട്ടുള്ളത്. 2x2 ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഈ ചാരുപടിയിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നാൽ ഒരിക്കലും നമ്മൾ ഓപ്പൺ പ്ലേസ് ആണല്ലോ. ഫ്രണ്ടിക്കൊക്കെ ഫുള്ള് അല്ലേ 360 വ്യൂ ആയതുകൊണ്ട് തന്നെ എത്ര നേരം ഇന്ന് സംസാരിച്ചാലും നമുക്കൊരു മുഷിപ്പ് വരാത്ത രീതിയിൽ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണി. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടീസും എല്ലാം തന്നെ കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്പേസ് ആണ്. അതേപോലെ റീലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പല എന്താ പറയാ പല വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ്. നല്ല ലൈറ്റിംഗ് ആണ്. ആഫ്റ്റർ 5 o'clock ശേഷം പടിഞ്ഞാറ് വരുന്ന ആ മറ്റേ എന്താ പറയാ റെഡ് കളറിലുള്ള ആ സൂര്യപ്രകാശം ഇങ്ങനെ മുഖത്ത് തട്ടുമ്പോൾ എടുക്കുന്ന റീലുണ്ടല്ലോ, ഭയങ്കര. അതുപോലെ സാർ ശ്രദ്ധിച്ചോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മള് വളരെ മനോഹരമായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗണിലുള്ള ലൈറ്റും അതുപോലെ തന്നെ 2 ഹാങ്ങിങ്സും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പുറത്തേക്ക് കാണുന്ന നമ്മുടെ മുറ്റത്തേക്ക് കാണുന്ന തറവാട് വീട്ടിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ബാൽക്കണി. വീട്ടിൽ മൊത്തത്തിൽ 3 ബാൽക്കണി ഉണ്ട്. ഞാൻ എപ്പോഴും ബാൽക്കണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു എന്താ പറയുക ഒരു റിലാക്സ് മോഡ്. നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലാക്സ് മോഡ് അല്ലേ. ബാൽക്കണി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മളെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ് ബാൽക്കണി. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കോമൺ പ്ലേസും കൂടെയാണ്. എന്തായാലും ഈ വീടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് ഇതിന്റെ വീട്ടിന്റെ ആളുകളോട് തന്നെ ചോദിക്കാം. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വീട് ഒരുക്കിയിട്ടുള്ള ആ റൊമാൻറ്റിക് കപ്പിൾസിനെ ഒന്ന് കാണണ്ടേ? നമുക്ക് കാണാം. മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുള്ള ലെനിൻ സാറും അതുപോലെ സുനിത മാഡത്തിൻ്റെ അതുപോലെ കോമൽ ചേച്ചി നമ്മളവിടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. എന്ത് ക്യൂട്ടായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത് അല്ലേ. ഒരുപാട് ആളുകൾക്ക് ചോദിക്കാണ്ടോ നമ്മൾ വീട് കാണുമ്പോൾ. ഒരുപാട് ഇഷ്ടത്തോടു കൂടെ ഒരുക്കിയിട്ടുള്ള വീട് അല്ലേ. ഓരോ പാട്ടും അവർ
അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരിക്കലുള്ള ഒരു വീടാണ്. അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ഓരോ ഭാഗങ്ങളും കണ്ടപ്പോൾ എന്ത് തോന്നി? ഓരോ ഭാഗങ്ങളും കണ്ടപ്പോൾ അവരവരുടെ സ്വപ്നം നെയ്തെടുക്കുന്ന പോലുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു ഇതിലേക്ക് എത്തിയത്? തറവാട് വീടിന്റെ തൊട്ടടുത്ത്. അതെ. സത്യത്തിൽ ഞങ്ങൾ ഈ വീട് പ്ലാൻ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1.5 year ബിഫോറാണ്. ഞങ്ങളൊരു ഏകദേശം 1.5 വർഷം തന്നെ ചെറിയൊരു റിസർച്ച് പോലെ ഇതിനെ പല ഗൂഗിള്, യൂട്യൂബ് പല വീടുകളും പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഭാഗമാണ് ഇൻറ്റീരിയർ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ സമയം കളഞ്ഞിട്ടുള്ളത്. പിന്നെ ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് വീടിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന ഏരിയ ഇന്ന ഇതൊക്കെ വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പാഷ്യോ ഇന്ന സ്ഥലത്ത് ഓപ്പൺ ബാൽക്കണി വേണമെന്നും മോഡേൺ അൾട്രാ മോഡേൺ ആദ്യം തന്നെ അവിടെ ഇന്ന ഫർണിച്ചർ വേണമെന്ന് പോലും ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിവിങ് ഏരിയ എത്ര സ്പേസ് മതിയെന്ന്, അതുപോലെ ഹാള്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ ഇതുപോലെ ചെയ്യണമെന്ന് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡൻ്റെ ഒരു പ്ലാൻ വരെ മുൻകൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ നമുക്കൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ വിചാരിച്ചോ അതേപോലെ തന്നെ നമ്മൾ അതിനെ കുറച്ച് 2 സ്റ്റെപ്പ് മുന്നിലാണ് വീട് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ ഇന്ത്യയിലെ ഡിസൈനറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ നിങ്ങളെ സിൽവാൻ്റെ ലൈറ്റ്സ് മൊത്തം. അപ്പോൾ ആദ്യമേ ഈ ലൈറ്റ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ജുനു നമ്മുടെ ഡിസൈനർ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് വരുന്നൊരു ഫീൽ നമുക്ക് തോന്നരുത്, പകരം ഒരു ഹോട്ടലിൽ റൂം എടുത്ത ഒരു ഫീല് തോന്നണം. പക്കയാണ്. അത് മാത്രമല്ല, ലൈറ്റ്സ് എപ്പോഴും കംപ്ലീറ്റ് ഒരു വാം, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കൂടുതലും വാം ലൈറ്റ്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്റ്റീരിയലായാലും ഇൻറ്റീരിയലായാലും. അതുപോലെ തന്നെ ബെഡ്റൂമിലെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ലൈറ്റിംഗ് മാത്രം എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം 100% അതേപോലെ വന്നിട്ടുണ്ട്. നമുക്ക് റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഒരു 5 star ഹോട്ടലിലെ ആ ബെഡ്റൂമിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ മാഡം കയറി വന്നപ്പോൾ തന്നെ സുനിത മാഡത്തിന് സംസാരിച്ച് പറഞ്ഞു, തൊട്ടടുത്തൊന്നും കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊന്നുമില്ല, കുട്ടികൾക്ക് ഗേറ്റ് അടച്ചിട്ടാലും വീട്ടിലൊരു ബോറടിക്കാത്ത രീതിയിലാണ് നിങ്ങൾ പുറത്ത് എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ? കൂടുതലും ആ ഗാർഡൻ്റെ സെറ്റപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു കുട്ടികൾക്കൊരു കളിക്കാനുള്ളൊരു സ്പേസ് മസ്റ്റായിട്ടും വേണമെന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഞാനൊക്കെ അത്യാവശ്യം ഒറ്റയ്ക്കിരിക്കുന്ന കൂട്ടത്തിലാണ്, അതുപോലെ വൈഫിനായിട്ട് ഒരുമിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ രണ്ടിനും പറ്റിയൊരു സ്പേസാണ് അത്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിംഗ് പ്ലേസ് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്കും ഇച്ചിരി ലോൺ ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്കും അത്യാവശ്യം കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരിക്കലും നമ്മളെ വീടിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ പോർച്ചും അതും നമ്മൾ ഇച്ചിരി മാറ്റി ഇതാക്കിയിട്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഹെൽപ്പായി നമുക്കത്. നമുക്കൊരു ഫീലാണ്, ഒന്ന് പുറത്തു കൊണ്ടൊന്നും ആവശ്യമില്ല. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോഴാണ് ആളുകൾ അങ്ങനെ തിങ്ക് ചെയ്ത് തുടങ്ങിയത്. കാരണം ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ 2 മാസമൊക്കെ വീട്ടിൽ അടഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് നമ്മളെ വീട്ടിലുള്ള പല സൗകര്യമില്ലായ്മയും ചില ആ സാധനം ആവശ്യത്തിലേറെയാണെന്ന് മനസ്സിലായത്. ചില ബെഡ്റൂമൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവുക പോലും ഇല്ല അവിടെ. പക്ഷേ ആ നേരം കൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് അമ്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലേ എത്ര നേരം വീട്ടിൽ ഗേറ്റ് അടിച്ചിട്ടിരുന്നാലും ഒരു ബോറടിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുനിത മാഡം, എങ്ങനെയുണ്ട് വീടിനെ കുറിച്ച് 2 വാക്ക്, സിൽവാൻ്റെ സർവീസിനെ കുറിച്ച് 2 വാക്ക്? കാരണം വീട്ടിലുണ്ടാവുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ലൈറ്റ് എല്ലാം സെലക്ഷനും സൂപ്പർ കളക്ഷൻസ് ആണ്. നിങ്ങളുടെ സ്റ്റാറ്റസും ഒക്കെ കാണാറുണ്ട്. സൂപ്പർ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന പുതിയ ലൈറ്റുകൾ യൂട്യൂബിലും ഇതിലൊക്കെ കാണുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് സൂപ്പർ കളക്ഷൻസ് ആണ്. അതൊരു രക്ഷയില്ല. കുറച്ച് പേര് വന്നിരുന്നു. കുറച്ച് പേർക്ക് നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ മിസ്സായവരൊക്കെ അയ്യോ ശരിക്കും മിസ്സായി എന്ന് പറഞ്ഞു. വീട് കണ്ടിട്ട് എല്ലാവരും തന്നെ ഒരു റിസോർട്ട് സെറ്റപ്പാണ്. നമ്മൾ ചിന്തിച്ചത് എന്താ വെച്ചാല്, ഈ വീടിന്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എക്സ്റ്റീരിയറല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യയിൽ നമുക്ക് തന്നെ പിന്നീട് തോന്നി അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആക്കിയാലും കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു ഏരിയയും വെറുതെ കളഞ്ഞിട്ടില്ല. എല്ലാതും പക്കായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് നമ്മൾ കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എത്തിക്കൂടെയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു.
നിങ്ങളുടെ വീടിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. കാരണം നിങ്ങൾ വീടിന്റെ വർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ നമ്മൾ പുറത്തേനുണ്ട്. നമ്മൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാം. കാരണം നമുക്ക് വീട്ടിലെ ആളുകൾ ഹാപ്പി ആണെങ്കിൽ ചെയ്തവർ അതിലാണ് ഹാപ്പി ആയിരിക്കും. അല്ലാതെ എന്തൊക്കെയാണ് വിശേഷം? ഹാപ്പിയല്ലേ? സന്തോഷല്ലേ? ഇങ്ങനെ തറവാടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ വീടിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിൽവാനിന്റെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീട്ടിൽ നമുക്ക് ഇന്റീരിയർ ചെയ്തത് വൈറ്റ് വിങ്സ് ആയിരുന്നു. അവർ ഭയങ്കര ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അവർ എക്സ്റ്റീരിയറും ഡിസൈനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിയാസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വലിയൊരു ഇതാണ്. കൺസ്ട്രക്ഷൻ ഡ്രീം ഫ്യൂ ബിൽഡേഴ്സ് പറഞ്ഞിട്ട് ആസിഫാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദിയുണ്ട്. ഇവരുണ്ട്. പിന്നെ ഈ ലൈറ്റ്സിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷമയോട് കൂടിയിട്ടാണ് അവർ. സാധാരണ ഒരു കസ്റ്റമറെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് ഇതിലറിയാം. അപ്പോൾ ഓരോ ഏരിയയിലും നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് കൊടുക്കാണ്ട് ഒഴിവാക്കിയുള്ളൂ. നമ്മുടെ ഓരോ ഏരിയയുടെ 3D പിക്ചർ അടക്കം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ ഇന്നത് മതിയാവും എന്ന് പറഞ്ഞത്. ആ സെലക്ഷനൊക്കെ പക്കയായിരുന്നു. അതെ അതെ, അത് സിൽവാന് പ്രത്യേക താങ്ക്സ് ആണ്. ഹാപ്പി കസ്റ്റമറുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് കൂടെ സ്വാഗതം. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു കൂടെ ഒന്ന് കണ്ടു നോക്കില്ല. ഇതാണ് ഈ മനോഹരമായിട്ടുള്ള ഈ വീട് ഒരുക്കുന്നതിൻ്റെ ബാക്കിൽ നമ്മൾ ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്താണല്ലോ അതിൻ്റെ അടിയിലെ കൽക്കരിയിൽ കുറേ ആളുകൾ മെല്ലിടുന്നത് കണ്ടില്ലേ? അതുപോലെ ഒരു വീട് ഇങ്ങനെ മനോഹരമായിട്ട് പടുത്തുയർത്തുമ്പോൾ അതിൻ്റെ ഫാമിലി ഇത്രത്തോളം, നേരത്തെ നമ്മൾ കണ്ട ഇൻ്റർവ്യൂവിൽ ഇത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കഠിനാധ്വാനം ചെയ്ത് കുറച്ച് ടീം ഉണ്ടാവും. അവരൊന്നും ചില സമയത്ത് നമ്മൾക്ക് ഈ തിരശ്ശീലയ്ക്ക് പിറകിലായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ അവരെ പരിചയപ്പെടുത്തണം. കാരണം ഈ വീട് ബിൽഡ് ചെയ്ത കോൺട്രാക്ടർ, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനീയർ, ഇത് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എല്ലാവരും നമ്മളെ കൂടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ കോൺട്രാക്ടറായിട്ടുള്ള ആസിഫിനോട് ഒരു കാര്യം ചോദിക്കണം. ആസിഫെ, നിങ്ങളെ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു വീട് ഒരുക്കിയിൽ നിങ്ങൾ എന്ത് പറയുന്നു? നല്ല, ഞങ്ങളും സന്തോഷമാണ്. ഒരുപാട് അവരുടെ തന്നെ ഒപ്പീനിയനൊക്കെ നമ്മൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വൈറ്റ് വിങ്സ് ഇതാ ഇരിക്കുന്ന എല്ലാ ടീമും നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഇത് ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ഔട്ട്പുട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അവരോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത്? നിങ്ങളെ പേരൊന്ന് പരിചയപ്പെടുത്തുന്നത്? എൻ്റെ പേര് ജുനൈദ്. അജുന് എനിക്കറിയാം. വൈറ്റ് വിങ്സ് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾ ഇൻറ്റീരിയർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റേ നമ്മുടെ ലെനിൻ സാറുമായി സംസാരിക്കുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് അദ്ദേഹത്തിന് ഭയങ്കര കാഴ്ചപ്പാടുള്ള ആളാണ്. ഈ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് മാക്സിമം ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ 5 മിനിറ്റ് പിന്നെ ഇതിന് വളരെ ഇന്റർവ്യൂ ചെയ്തു. ഒരു ഹാപ്പിയാണ്. അത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പേടി. അതിൻ്റെ ഒരു ഉദാഹരണം, വീടിരിക്കലിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രാത്രി 2 മണിക്ക് ലെനിനും വൈഫ് സുനിത ചേച്ചിയും കൂടെ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക. രണ്ടാളുടെ ഫോണിൽ നിന്ന് നല്ലൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട്. ഈ രാത്രി 2 മണി നേരത്തൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ അവർ അത്രയും ഹാപ്പി ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങളെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താം. എന്താ നിങ്ങളെ പേരെന്താ? ഇതന്നെ നമ്മളെ വൈറ്റ് വിങ്സ്. നമ്മുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബിസിനസ്സിലൊക്കെ അപ്പുറം നമ്മൾ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്, ഒരു സ്വപ്നമാണ്. അത് ആ ഒരു സാറ്റിസ്ഫൈഡ് ആയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൃതജ്ഞത ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് വരുന്നത്. ആ കാര്യത്തിൽ ഹാപ്പി അല്ലേ? ജുനുവിന്റെ അനിയനല്ലേ അത്? എന്താ പേര്? എൻ്റെ പേര് ജസീല. വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമർ, അവരും അവരുടെ ഫാമിലിയൊക്കെ നമ്മൾ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വളരെയധികം ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ ഒരു ഭാഗം. റിയാസ്കാങ്ങളെ കരിയറിലെ ഒരു പൊൻതുവലും കൂടെയാണ് കിരീടം തുന്നി ചേർത്തിട്ടുള്ളത്. എന്ത് പറയുന്നു? വളരെ ഹാപ്പിയാണ്. വൈറ്റ് വിങ്സ് ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനർ ഇന്റീരിയേഴ്സ് 10 വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ഒത്തിരി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് റെയറായിട്ടുള്ള ഒരു കസ്റ്റമറാണ് ലെനി എന്ന് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ വരികൾക്കിടയിലൂടെ വായിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ വീട്ടിൽ ഇത്രയും അധികാരത്തോടെ പോയി ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചെയ്ത വർക്ക് ജെന്യൂൻ ആണ്. പണ്ടൊക്കെ പറയും പിന്നെ വീട്ടിന്റെ അടുത്ത് നമ്മൾ അടുപ്പിക്കൂല ചെയ്തോനെ അല്ലേ? പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചത് സിൽവാൻ ഗ്രൂപ്പും അതുപോലെ വൈറ്റ് വിങ്സും അതുപോലെ നമ്മൾ ആസിഫിന്റെ അതിന്റെ കമ്പനിയുടെ പേര് ഡ്രീംസ് വ്യൂ. കാരണം ആസിഫിനേക്ക് അത്രയും കമ്പനി ആയതുകൊണ്ട് പിന്നെ കമ്പനിയുടെ പേര് ഓർമ്മ. എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. ലെനിൻ സാറും സുനിതമ്മയുടെ ഒക്കെ വളരെ ഹാപ്പിയാണ്. നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാൽ നമ്മൾ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് വീട് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.